ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ചോറിൻ്റെ ഒപ്പം വേറെ ഒരു കറിയോ കൂട്ടാനോ ഒന്നുമില്ലാതെ ഇത് മാത്രം മതിയാവും കേട്ടോ. അത്രക്കൊരു രുചിയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓരോ ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഈ പറഞ്ഞ രീതിയിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് കാണും, പിന്നെ ഇതുപോലെ ചേർത്താൽ മതി എന്ന് വിചാരിച്ച് പിന്നെ അത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഓരോന്ന് ചേർക്കുന്നത് കാണില്ല, അപ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ ഓരോന്ന് ലാസ്റ്റിലാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂടുന്ന ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 5 വഴുതനങ്ങ എടുത്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. പിന്നെ ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വേപ്പിലയൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. സവാളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതൊരു 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഈ സവാളയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളിയാണ്. ഏകദേശം വലുപ്പമുള്ള ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് വരും വരെ ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയുടെ ഈ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിലിടാം കേട്ടോ നമ്മൾ മസാല ഇട്ടതിന് ശേഷം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മസാലകളൊക്കെ ഇതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുംപാട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മൂടി ഒന്ന് തുറന്നിട്ട് ഒന്നും പാടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇതിൽ തന്നെ വെള്ളം കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഇത്
ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അത് നല്ലവണ്ണം ഒന്ന് തിരുമ്പിയെടുത്തതാണ് കേട്ടോ. ആ വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ പുളി ഒക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്നും പാടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഈ പുളിയൊക്കെ ഒന്ന് പൊടിക്കുന്ന വരെ. ഇനി ഒന്നും പാടെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. നമ്മളെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് വന്ന് ഇതിങ്ങനെ കുറുകി വരണം കേട്ടോ. നല്ലവണ്ണം തിളച്ച് കുറുകി വരുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒന്നും പാടെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മതി കേട്ടോ കുറക്കുക. ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കും ചെയ്താൽ ഇതിലേറെ ഒന്ന് കുറുകി വരും. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ശർക്കര എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഇതുമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ഒരു ടേസ്റ്റ്. ഇതിന് പുളിയും എരിവും മധുരവും ഒക്കെ പാടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ശർക്കര ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിത് വേറെ പാത്രത്തേക്ക് സേവ് ചെയ്യാണ്. അപ്പം നമ്മളുടെ ഭയങ്കരമായി ടേസ്റ്റിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണല്ലേ. ഇത് നമുക്ക് ചോറിനൊപ്പം ദോശയുടെ ഒപ്പം ഒക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.